വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മതത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്ന പണ്ഡിത പുരോഹിതന്മാരുണ്ടാകും. ശ്രദ്ധിക്കണം. അള്ളാന്റെ ഖുർആൻ പറയാ, നാളെ പരലോകത്ത് വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ സങ്കടത്തോടെ വിഷമത്തോടെ നരകത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. നരകത്തിൽ വെച്ച് അവർ വിലപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, റബ്ബനാ ഇന്നാ തഅനാ സാദതനാ വകുബറാനാ, ഞങ്ങളുടെ നാട്ടിലെ ദീനിന്റെ പ്രമാണങ്ങൾ ഞങ്ങൾ നോക്കിയില്ല, ഇസ്ലാമിന്റെ ദീനിയായ നിയമങ്ങൾ നോക്കിയില്ല, ഞങ്ങളെ സാദാതീങ്ങളും കുബറാക്കന്മാരും പറയുന്നതാണ് ദീനെന്ന് വിചാരിച്ച് ഞങ്ങൾ അനുസരിച്ചു. ഫാദല്ലൂന സബീല, അവര് ഞങ്ങളെ വഴിതെറ്റിച്ചു. റബ്ബനാ ആതിഹിം ളഅഫൈനി മിനൽ അദാബ്, റബ്ബേ അവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണം. വൽ അൻഹും ലഅനൻ കബീറാ, അവരെ വലിയ ശാപത്തിന് ഇരയാക്കണം. ഇവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. എന്തും പറയും, പണത്തിനു വേണ്ടി എന്തും വിൽക്കും, ഖബറുകൾ വരെ ഉത്സവ പറമ്പുകളാക്കി മാറ്റും. അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ച സത്യസന്ദേശത്തിന് നേർവിപരീതം സംസാരിക്കും. വേഷം കൊണ്ട് കോലം കൊണ്ട് അവരൊക്കെ വലിയ പണ്ഡിതന്മാരായിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കി, വിശുദ്ധ ഖുർആനിൽ 165 പ്രാർത്ഥനകൾ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന അല്ലാഹുമ്മ എന്നാണ്, റബ്ബന എന്നാണ്, റബ്ബി എന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ രോഗിനെ സന്ദർശിക്കുമ്പോൾ, ജനാസന്റെ കൂടെ ടോയ്ലറ്റിൽ കയറിയാൽ, പള്ളി കയറിയാൽ, എല്ലാ പ്രാർത്ഥനകളും അള്ളാഹിനോടാണ്. ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടല്ല, ഇലാ ഹദ്റത്തി വിളിച്ചുകൊണ്ടല്ല, വേറെ ഏതെങ്കിലും നബിനോടല്ല, എല്ലാം അള്ളാഹുവിനോടാണ്. എന്തുകൊണ്ടാണ്? ഖുർആൻ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആശയമാണ് വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്ക്, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എല്ലാ പ്രാർത്ഥനയും അള്ളാഹിനോടാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ മറ്റാരോടെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചാലോ, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവനാരുണ്ട്? എതിക്ക് പിഴച്ചത് അവനാണ്. അള്ളാഹുവിനെ കൂടാതെ പ്രവാചകന്മാരോട്, ബദരീങ്ങളോട്, മുഹിയുദ്ദീൻ ഷെയ്ഖിനോട്, CM മടവൂരിനോട് പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവനേക്കാൾ പിഴച്ചവനാരുണ്ട്? ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ കെഞ്ചി കെഞ്ചി പൊട്ടിക്കരഞ്ഞ് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിയാത്തവരോട് വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ, നിങ്ങൾ ഈ പറയുന്ന ആളുകളൊന്നും പ്രാർത്ഥന കേൾക്കൂല, അവർ അശ്രദ്ധരാണ്, പ്രാർത്ഥനയിൽ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. ഈ കുഞ്ഞത്തൂരങ്ങാടിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് ഹൈവേ കൂടെ ഇങ്ങനെ പോയി അവിടെ ഒരു പണ്ഡിതനുണ്ടെന്ന് നിങ്ങൾ ഇന്ന് സങ്കല്പിക്കും. ഒരു വലിയ ശൈഖുനയുണ്ട്. ഈ ഹാളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രയാസം മാറാൻ വേണ്ടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ആ മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ? ഉത്തരം ചെയ്യും. ജീവിച്ചിരിക്കുമ്പോൾ കഴിയാത്തൊരു കാര്യം എങ്ങനെയാണ് ഒരാൾക്ക് മരിച്ചാൽ ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ എൻ്റെ ഈ അങ്ങാടിയിൽ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരോട് സ്നേഹത്തോട് ചോദിക്കുകയാണ്, അള്ളാന്റെ ദീൻ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം. നബിനോടാ പറയുന്നത്, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം. ലോകത്തെ അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞു. ഖുൽ, നബിയെ പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒരാളോടും ഞാൻ പങ്കു ചേർക്കൂല. പക്ഷേ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരാണ്, ആലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകൾ, അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് നമ്മൾ സാധാരണക്കാരായ ആളുകൾ ആരും നേരിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മളൊന്നും അള്ളാഹിനോട് നേരിട്ട് പറയും. ഞാൻ എൻ്റെ സംസാരത്തിന് ഒന്നുകൂടി ക്ലിയർ കിട്ടാൻ, നിങ്ങൾക്കൊന്ന് വ്യക്തമാകാൻ ഞാൻ ആ ശബ്ദം ഒന്ന് കേൾപ്പിക്കാം. ഒരു അൻവരി പ്രസംഗിക്കുന്ന പ്രഭാഷണം ഒന്ന് കേൾപ്പിക്കാം. വലിയ പണ്ഡിതനല്ലേ? അവര് നമുക്ക് നൽകിയ വലിയൊരു സമ്മാനം എന്താണ്? മങ്കൂസ് മൗലിദ്. അതിലെന്താ യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. മുത്തുനബിനെ വിളിച്ച് സഹായം തേടുകയാണ്. കണ്ടോ? അള്ളാഹുവിനോട് നേർക്ക് നേരെ ഇങ്ങനെ തേടാനല്ല ഈ വലിയ വലിയ
ഇമാമിയങ്ങളും ഉലമാവും നമുക്ക് ബോധം നൽകിയത്. അപ്പോൾ മങ്കൂസ് അത് ഒരു പുണ്യാണോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒരു അപായത്തിലാണ്. കാരണം വലിയ വലിയ പണ്ഡിതന്മാർ അവരാണിത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖാദി മുഹമ്മദ്, അവർ മുഹിയുദ്ദീൻ മാല കേരള ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനം എന്താ? മുഹിയുദ്ദീൻ മാലയാണ്. അല്ലാഹ് ഉണ്ട് എന്ന് നന്നായി അറിയുന്നവരാണല്ലോ അവർ. അടിമകൾ അള്ളാഹുവിനോട് ബന്ധപ്പെടേണ്ടതിന് മര്യാദ എന്ത്, ഏത് വഴിയിൽ കൂടി ഇവർ സഞ്ചരിക്കണം, അതാണ് ഇമാമിങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നത്. സമസ്തയുടെ സെക്രട്ടറിയായ പാങ്ങിൽ അഹമ്മദ് മുട്ടുസ്രിയാർ അവർ കുത്തുബിയത്ത് രചിച്ചു. അവന് ഔസുല്ലാദവനെ വിളിക്കാൻ വേണ്ടി നമ്മോട് പഠിപ്പിക്കുകയാണ്. അവർ കുത്തുബിയത്ത് രചിച്ചു. അവന് ഔസുല്ലാദവനെ വിളിക്കാൻ വേണ്ടി നമ്മോട് പഠിപ്പിക്കുകയാണ്. വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്നവരൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചത് അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കാനല്ല. അതന്നെയാണ് അതിന്റെ പ്രശ്നം. ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ആദ്യത്തെ മാതൃക ആരാ? ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹിച്ചവരാ നബിമാര്. ആ നബിമാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചപ്പോൾ അവർ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചിരുന്നോ? ഉണ്ടല്ലോ. അതൻ നബി ആദ്യമ പ്രവാചകൻ അതൻ നബി അലൈഹിസ്സലാം റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, പടച്ചോനെ പുറത്ത് തന്നെ. നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ ജനങ്ങളോട് പറയുന്നത്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് നന്നായി റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. നമ്മൾ നേരിട്ട് പ്രാർത്ഥിക്കരുത് എന്നല്ല പറഞ്ഞ്. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തിക്കോ, അള്ളാഹ് നിങ്ങളുടെ പാപം പുറത്തു തരും, നിങ്ങൾക്ക് വെള്ളം തരും, മഴ തരും. എല്ലാ അമ്പിയാക്കന്മാരുടെയും ചരിത്രം അതാ പഠിപ്പിക്കുന്നത്. വിഷമിച്ചിരിക്കുന്ന മക്കളില്ലാതെ കരഞ്ഞ് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. മക്കളെ കാണാതെ 30 കൊല്ലത്തോളം വിഷമിച്ചിരുന്ന യാക്കൂബ് നബി എന്താ പ്രാർത്ഥിച്ചത്? ആരുടെയെങ്കിലും ഹദറത്തിലേക്ക് പാസാക്കിയോ? ഏതെങ്കിലും ദർഗ തേടി നടന്നോ? ഏതെങ്കിലും ഒരു ഏലസ് എടുത്ത് അണിഞ്ഞോ? ഇല്ല. ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. 50 ഉറുപ്പിന്റെ ഏലസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എൻ്റെ വേവലാതി, എൻ്റെ സങ്കടം, എൻ്റെ വിഷമങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കുകയാണ്. എന്ന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ പുരോഹിതന്മാര് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നമ്മളൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം? മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് വരെ നമ്മൾ പ്രാർത്ഥിക്കണം. മുഹിയുദ്ദീൻ ഷെയ്ഖിന് മലയാളം അറിയില്ല, നിങ്ങളുടെ ഭാഷ അറിയില്ല, കാസർഗോഡ് ഭാഷ അറിയില്ല, മംഗലാപുരം ഭാഷ അറിയില്ല. ഇന്നെന്ത് ചെയ്യാം? ആകെ അറിയുന്നത് അറബിയാണ്. ബഗ്ദാദിലാണ് മഹാനവറുകൾ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നല്ലൊരു പണ്ഡിതനായിരുന്നു, ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാപണ്ഡിതനാണ്. എന്തൊരു വലിയ സ്ഥാനം ഉണ്ടെന്നറിയൂ. ആ മനുഷ്യൻ ഒരിക്കലും എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് ഉണ്ടാക്കിയതല്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് മരിച്ച് വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടാണ് മുഹിയുദ്ദീൻ മാല ഉണ്ടാക്കുന്നത്? ഹിജ്റ 1100 ശേഷമാണ് മുഹിയുദ്ദീൻ മാലയും ഖുത്ബിയ്യത്തും ഒക്കെ ഉണ്ടാക്കുന്നത്. അടുത്തുണ്ടായിട്ടുള്ളൂ, 400 വാർഷികം കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ജനങ്ങളോട് പറയാണ്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ എവിടുന്ന് പ്രാർത്ഥിച്ചാലും ലൈറ്റ് ഓഫ് ആക്കി പ്രാർത്ഥിച്ചാൽ 1000 തവണ മുഹിയുദ്ദീൻ ഷെയ്ഖേന്ന് നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. മുഹിയുദ്ദീൻ ഷെയ്ഖ് വരും, നിങ്ങളെ സഹായിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. 1000 തവണ. നമ്മുടെ വാക്കുകളല്ല, കാന്തപുരം ഉസ്താദിന്റെ മകൻ പറയും. സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ ഉണ്ടാക്കിയ ഒരു ബൈത്തുണ്ട്, ഖസീദത്തുൽ ഖുതുബിയ്യ. അത് കുത്തുബ് തങ്ങളെ വിളിക്കുന്ന, മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വിളിക്കുന്ന ഒരു ബൈത്താണ്. അപ്പോൾ ആ ബൈത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വിളിയും ഉണ്ട്, യാ ഗൗസൽ ആദം യാ ഗൗസ് യാ മുഹീദ്ദീൻ. അതിൽ വമൻ യുനാദിസ്മി അൽഫൻ ബിഖൽവതിഹി, ഖൽവത്തിലിരുന്നു കൊണ്ട് എന്നെ 1000 തവണ ഒരാൾ വിളിച്ചാൽ അത് വാകൂടാ ഉത്തരം ചെയ്യും എന്നാണ് പറഞ്ഞത്. ഖൽവത്തിൽ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്തിനാണ് ഖൽവത്ത് എന്ന് പറയുക. അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഖൽവത്ത് ഉണ്ടാവുക? അപ്പോൾ ലൈറ്റം ഓഫാക്കുമ്പോൾ ഓരോരുത്തരും ഖൽവത്തിലായി മാറും.
അങ്ങനെയാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ടാണ് അത് ചൊല്ലേണ്ടത് വാതിലടച്ചിരുന്നത്. അപ്പോൾ വാതിലടച്ചില്ലെങ്കിലും ഖൽവത്തുണ്ടാകാൻ വേണ്ടിയാണ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഖൽവത്തിലായി മാറുന്നത്. നല്ല ഐഡിയ ആണ്. ഒറ്റയ്ക്ക് ഇരുന്ന് ഓതണം. അതിനെന്താ ചെയ്യുക? കുടുംബമായിട്ട് വാതിലടച്ച് ലൈറ്റ് ഓഫ് ആക്കിയാൽ മതി. അപ്പോൾ ഒറ്റക്കായി എന്നാ പറയുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അള്ളാന്ന് വിളിക്കണം എന്നല്ല, റബ്ബേന്ന് പ്രാർത്ഥിക്കണം എന്നല്ല, 1000 തവണ ഒറ്റയ്ക്കിരുന്ന് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കണം. സഹോദരങ്ങളെ, ഇത് പിഴവില്ലേ? ഇത് നമ്മുടെ സ്വർഗത്തിന് തടസ്സമല്ലേ? ഇത് നമ്മുടെ പരലോകത്തെ സുരക്ഷയ്ക്ക് കോട്ടം വരുന്ന ആശയങ്ങളല്ലേ? ആര് പറഞ്ഞാലും ദീനിനെതിരാണെങ്കിൽ നമ്മൾ അംഗീകരിക്കില്ല. പാപ്പ പറഞ്ഞാലും നേതാവ് പറഞ്ഞാലും ദീനിനെതിരാണോ, ഇസ്ലാമിൻ്റെ ആശയ പ്രമാണങ്ങൾക്ക് എതിരാണോ, നമ്മൾ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് ആണയിട്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ആ പള്ളിയിൽ ഇരുന്നിട്ടാണ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുത്തുബിയത്ത് നടത്തിയത്. ആ പള്ളിയിൽ ഇരുന്നിട്ടാണ് മങ്കൂസ് മൗലിദ് ഓതിയിട്ട് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഫാത്തിമ മൗലിദും അതുപോലെ തന്നെ അലി മൗലിദും ഒക്കെ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുക. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടെന്ന ബോധമുണ്ടാകേണ്ടത്. പടച്ച റബ്ബ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ സന്നദ്ധനായി സമീപസ്ഥനാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ. എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകും. നബിമാർ ആരോട് പ്രാർത്ഥിച്ചു? അല്ലാഹുവോട്. ഔലിയാക്കന്മാർ ആരോട് പ്രാർത്ഥിച്ചു? ഔലിയാക്കന്മാരെ പറ്റി ഖുർആൻ പറയുന്നു, അസ്ഹാബുൽ കഹ്ഫ്. വെള്ളിയാഴ്ച നമ്മൾ ഓതിണ്ടാവും. ആ കഹ്ഫ് സൂറത്ത് പറയുന്നുണ്ട്, ഔലിയാക്കന്മാര് അവർ ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങി 309 കൊല്ലം കിടന്ന് അവരെ ഉറക്കിക്കളഞ്ഞു രക്ഷപ്പെടുത്താൻ. എന്നിട്ട് അവർ ഉറങ്ങി എഴുന്നേറ്റപ്പോ എന്താ പ്രാർത്ഥിച്ചത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ. റബ്ബേന്നാ വിളിച്ചത്. ഔലിയാക്കന്മാർ അങ്ങനെ വിളിക്കുക. ബീവിയായ മറിയം ബീവി ആരോടെ പ്രാർത്ഥിച്ചത്? സൂറത്ത് മറിയം വായിച്ചു നോക്ക്. സൂറത്ത് മറിയം വായിച്ചു നോക്ക്. സകല പ്രാർത്ഥനയും റബ്ബി അല്ലാഹുമ്മ എന്ന് വിളിച്ചുകൊണ്ടാ മറിയം ബീവിന്റെ പ്രാർത്ഥന. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതെല്ലാതും അങ്ങനെ തന്നെയാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ഖുർആനിന്റെ മറുപടിയുണ്ട്. യഹബുലി മയ്യശാഉ ഇനാഥ. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ആണിനെ കൊടുക്കും, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് പെണ്ണിനെ കൊടുക്കും. അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ ചിലപ്പോൾ ഇല്ലാതെ മക്കളെ കൊടുക്കാതെയും പരീക്ഷിക്കും. എന്നാൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് മക്കളെ കിട്ടണില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യുക? വേറെ ആരോടെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചു നോക്കാം. പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്ക് സന്താനങ്ങളെ തരുന്ന ഒരാളുണ്ട്. ആരാ? CM മടവൂര്, നമ്മുടെ പരിസരത്തപ്പുറത്ത് കോഴിക്കോട് ജില്ലയിൽ ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് അറിയപ്പെട്ടിരുന്ന 35 കൊല്ലം മുമ്പ് മരിച്ച ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുന്നയാളായിരുന്നു CM മടവൂർ. മഹാനായ CM ഉപ്പാപ്പയെ കുറിച്ച് അദ്ദേഹത്തോട് പറയാണ്, ഉസ്താദേ എന്റെ കല്യാണം കഴിഞ്ഞു, സുബ്ഹാനല്ലാഹ്, എനിക്ക് 3 മക്കളുണ്ടായി. ആ 3 മക്കളും സുബ്ഹാനല്ലാഹ് പ്രസവിച്ചു കഴിഞ്ഞ സമയത്ത് എനിക്ക് 3 മക്കളുണ്ടായിട്ട് ആ 3 മക്കളും മരിച്ചുപോയി ഉസ്താദേ. എനിക്ക് 3 മക്കളുണ്ടായി, ആ 3 മക്കളും മരിച്ചുപോയി. ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഒരു കുട്ടി ഉണ്ടായി, മരിച്ചുപോയി. കുറെ കഴിഞ്ഞ് പിന്നെ ഒരു കുട്ടി ഉണ്ടായി, അതും മരിച്ചുപോയി. പിന്നെയും ഒരു കുട്ടി ഉണ്ടായി, അതും മരണപ്പെട്ടുപോയി. ഞാൻ ആകെ ബേജാറായി. അവസാനം ഞാൻ മഹാനരായ CM ഉപ്പാപ്പ അവിടുത്തെ ഹദറത്തിൽ വന്നു. ഉപ്പാപ്പയോട് പറഞ്ഞു, ശൈഖേ തങ്ങളെ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, ദുആ ചെയ്യാൻ അറിയില്ല. അവസാനം എനിക്കറിയാവുന്നത് പോലെ ഞാൻ അവിടുത്തെ ഹദറത്തിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ദുആ ചെയ്തു ഉസ്താദേ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പിന്നീട് എന്റെ ഭാര്യ ഗർഭിണിയായി. ആ ഭാര്യ പ്രസവിച്ചു. അതെ, ഒരു ആൺകുട്ടി പ്രസവിച്ചു. പിന്നീട് ഒരു പെൺകുട്ടി പ്രസവിച്ചു. ഒരു പ്രശ്നവുമില്ല. ഇന്നും അവര് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. CM മടവൂരിന് കുട്ടികളില്ല. CMന് ഒറ്റ കുട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഭാര്യനെ തന്നെ തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട്.
ഒരു കുട്ടിനുണ്ടാക്കാനുള്ള വല്ല കഴിവും ശേഷിയും അള്ളാഹുവിൻ്റെ കഴിവില്ലാതെ കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഇവർക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. എന്നിട്ട് എനിക്ക് ഒരു കുട്ടിയുണ്ടായി മരിച്ചു, 2 കുട്ടിയുണ്ടായി മരിച്ചു, 3 കുട്ടിയുണ്ടായി മരിച്ചു. അവസാനം CM മടവൂരിനോട് പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞുണ്ടായി മരിച്ചില്ല. എന്നർത്ഥം അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നതാണ് അല്ല. പച്ച മലയാളത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു സുഖമുണ്ട്. ആരെന്ത് പറഞ്ഞാലും അവിടെ ഇങ്ങനെ കിടക്കും, കല്ലുമ്മ കൊത്തിട്ട പോയി. ആർക്ക് വേണമെങ്കിലും കാണിച്ചു കൊടുക്കുക, ഇത് നിങ്ങളുടെ ശൈഖുനമാരുടെ പ്രസംഗമാണ്. 1000 10,000 മുഴക്കി നമ്മൾ വിളിച്ചു വരുത്തുന്ന പ്രഭാഷകന്മാർ ഈ ഉമ്മത്തിന് കൊടുക്കുന്ന മെസ്സേജാണ്. ആയിരുന്നോ നമ്മുടെ പൂർവികന്മാർ? അങ്ങനെയായിരുന്നോ ചെയ്തിരുന്നത്? അങ്ങനെ ഇസ്ലാമിലെ നിരക്കാത്ത രോഗം കൊണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെട്ടവരൊക്കെ ആ നിലക്ക് വേറെ ഏതെങ്കിലും ശക്തികളെ വ്യക്തികളെ ആശ്രയിക്കായിരുന്നോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന് എത്ര കൊല്ലങ്ങൾ ആ രോഗം കൊണ്ട് കഷ്ടപ്പെട്ടത്. അയ്യൂബ ഇദ്നാദാ റബ്ബ അന്നീ മസ്സനിയൽ ദുർ വഅൻത അർഹമുർ റാഹിമീൻ. പടച്ചവനിലേക്ക് സങ്കടം പറഞ്ഞു, പടച്ചവനിലേക്ക് മടങ്ങി, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി, രോഗം ശിഫപ്പെട്ടു. ഏത് ഊരാ കുടുക്കിലും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയും, അല്ലാഹുവിനല്ലാതെ ഇല്ല. അതുകൊണ്ടാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞ പ്രയോഗമുണ്ട്, ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏത് നീങ്ങാത്തതും നീക്കാൻ കഴിവുള്ള പടച്ചോനാ, ഏത് മാറ്റാത്ത അസുഖവും മാറ്റാൻ കഴിവുള്ളവനാ, ഏത് വൈദ്യത്തെയും ശാസ്ത്രത്തെയും തോൽപ്പിക്കാനുള്ള കഴിവുള്ളൊരു പടച്ച റബ്ബുണ്ട്. ആ റബ്ബിലേക്ക് മടങ്ങാനാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, റബ്ബിലേക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്, റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരൂ. ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടി വരൂ. പടച്ചോനിലേക്ക് വാ. മനുഷ്യന്മാർക്ക് പരിഹരിക്കാൻ പറ്റൂല, മരിച്ചവർക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. ഏത് വലിയ മഹാനാണെങ്കിലും ബദറിന്റെ രണഭൂമിയിൽ ബദർ യുദ്ധം നടക്കാനിരിക്കുമ്പോ ജീവിച്ചിരിപ്പുള്ള പ്രവാചകൻ നേതാവാണ്. എന്നിട്ട് 300-ലധികം വരുന്ന സ്വഹാബത്ത് ആ വിഷമഘട്ടത്തിൽ നബിനോടായിരുന്നോ പ്രാർത്ഥിച്ചത്? ഖുർആൻ പറയുന്നു, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ ബദറിന്റെ സമയത്ത് അള്ളാഹിനോട് ഇസ്തിഗാസ ചെയ്തു പ്രാർത്ഥിച്ചപ്പോ 1000കണക്കിന് മലക്കുകളെ ഇറക്കി തന്ന് നിങ്ങളെ സഹായിച്ചില്ലേ? ബദരീങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചത്. നമ്മൾ ബദരീങ്ങളെ വിളിച്ചു. ഈ ഒരു വലിയ ആപത്ത്, ഇന്നഹു മയുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്ത് ജീവിച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം ഹറാമാണ്, കിട്ടൂല. അത് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. ഇനി സാധാരണക്കാരായ മനുഷ്യരെ അള്ളാഹുവിൽ നിന്ന് അകറ്റണം. അതിനെന്താ പണി? ചില കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം. ആ കേന്ദ്രങ്ങളിലേക്ക് ആള് വരണമെങ്കിൽ കറാമത്തുകൾ ഉണ്ടാവണം. കറാമത്തുകൾ ആളുകൾക്ക് ദഹിക്കുമോ? അങ്ങനെ ഒന്ന് ശരിക്കുണ്ടോ? അത് കള്ളക്കറാമത്താണോ? അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എന്തും പറയാം. അങ്ങനെ CM മടവൂരിന് ഒരുപാട് കറാമത്തുകളുണ്ട്. അദ്ദേഹം സാധാരണ പോണ പോലെ അങ്ങനെ പോകുകയായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. അന്ന് മുതലാണ് അദ്ദേഹത്തിന് കറാമത്തുണ്ടായത്. ഏതാണ് ആ സംഭവം കേട്ടു നോക്കാം, അവർ തന്നെ പറയണം. ഒരു ദിവസം സാഹിബിന്റെ ഇങ്ങനെ മൂക്ക് പിടിച്ചിട്ട് ആ കോളാമ്പിൽക്കാട്ടെ ചുരുട്ടിങ്ങനെ മിനിറ്റ് ആ കോളാമ്പിൽ ഇങ്ങനെ കൂടിക്കിടക്കുക. ഇങ്ങോട്ട് വാ, അത് വൃത്തിയാക്കിയതാണ്. പറയാൻ വിഷമമുണ്ട്, ഇത് പറയാൻ വിഷമമുണ്ട്. ഇനി പറയണ്ടല്ലോ, ഞാൻ വിഷമത്തോടെയാണ് പറയണത്. എന്തുണ്ടായത്? മൊയ്തീൻ സാഹിബ് എന്ന് പറഞ്ഞ ഒരാള് കാർക്കിച്ച് കഫം കൊണ്ട് തുപ്പി. നമുക്ക് വെറുപ്പുണ്ടാവും, പക്ഷെ പറയാതിരിക്കാൻ പാടില്ല. കാർക്കിച്ച് കഫം എടുത്ത് തുപ്പിയിട്ടൊരു പാത്രത്തിലാക്കി. മൊയ്തീൻ സാഹിബ് പറഞ്ഞു, CM-നെ അബൂബക്കറിനെ വിളിക്കുക, അബൂബക്കറെ ഒന്ന് വൃത്തിയാക്കും മോനെ. CM മടവൂര് നേരെ ഈ പാത്രം കൊണ്ടുപോയി എടുത്ത് കുടിച്ചു. ആ ദിവസം മുതൽ അദ്ദേഹത്തിന് കറാമത്ത് ആരംഭിച്ചു എന്നാ പറഞ്ഞത്. എന്താ മനസ്സിലാക്കേണ്ടത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? അറപ്പോടുകൂടെ നാം കേൾക്കുന്ന കാര്യങ്ങൾ കറാമത്തായി നാട്ടുകാരുടെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തു ഈ പുരോഹിതന്മാർ.
സംശയം ഉണ്ടെങ്കിൽ വരും, ഞാൻ അയച്ചുതരാം. പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അള്ളാന്റെ ദീനിനോട് ഒരു നീതിയും പാലിക്കാത്ത പ്രയോഗങ്ങൾ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒട്ടനേകം കറാമത്തുകൾ വരാൻ തുടങ്ങി എന്നാ പറയാൻ തുടങ്ങി. എന്നിട്ട് ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഏതാണ് ഖബർ? സൂറുൽ ഖുബൂറ, നിങ്ങൾ ഖബർ സന്ദർശിക്കണേ. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, അത് പരലോകം ഓർമ്മിക്കാനാണ്. വതുദക്കിറുകുമുൽ ആഖിറ, പരലോകം ഓർമ്മിക്കാനാണ്. അതുകൊണ്ട് പരലോകം ഓർമ്മിക്കാനാണോ ഉള്ളാളത്തേക്ക് പോകുന്നത്? ആണും പെണ്ണും കൂടി കലർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആ ജാറ ഉത്സവത്തിൽ ആർക്കെങ്കിലും പരലോകം ഓർമ്മിക്കാനുണ്ടോ? ആന ഇളകുന്നു, കുതിര ഇളകുന്നു, ആകെ കൂടെ ബഹളമയങ്ങളായിക്കൊണ്ട് കൊട്ടും കുരവയും അമ്പാടിയും ഗാനമേളയും. എന്തിനാ ഖബറിങ്ങനെ നടത്തുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലഅനത്ത് പറഞ്ഞു. ലഅനത്തുല്ലാഹ് അലൽ യഹൂദി വൻ നസാറാ, യഹൂദികളെ നസാറാക്കളെ ശപിച്ചിരിക്കുന്നു. കാരണം ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാക്കന്മാരുടെ ഖബർ ആരാധനയുടെ കേന്ദ്രമാക്കി. ഈ ഹദീസ് എന്നാ വന്നറിയോ? ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ്. ഒരു നേതാവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ നേതാവ് മരിക്കുന്നതിന്റെ 8 നിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ വഫാത്ത് പാലിച്ചൂടെ? ഖബറുകളിൽ ഇരിക്കാൻ പാടില്ല, ഖബറുകൾക്ക് ഉമ്മായിടാൻ പാടില്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബറ വ അൻ യുബ്ന അലൈഹി വ അൻ യഖഉദ അലൈഹി, ഇരിക്കാൻ പാടില്ല, ചായം പൂശാൻ പാടില്ല, എടുപ്പുണ്ടാക്കാൻ പാടില്ല. എന്നിട്ട് ജാറത്തിന്റെ വരുമാനം കൊണ്ട്, പൈസ കൊണ്ട് പള്ളി പരിപാലിക്കുന്നു, യതീംഖാനകൾ പരിപാലിക്കുന്നു, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു. കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ എന്തും വിളിച്ചു പറയാ. നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത പരിചയം. നിങ്ങൾ നോക്കൂ, മറ്റൊരു സംഭവം കൂടി കേട്ടു നോക്കാം. ഞാനൊരു ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ശൈഖുനായുടെ കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് പറഞ്ഞു, മുട്ട വേണം. ഞാൻ പറഞ്ഞു, ഇവിടെ പൂവൻ കോഴിയേ ഉള്ളൂ, പെടക്കോഴിയില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ പൂവൻ കോഴിയേ ഉള്ളൂ, പെടക്കോഴിയില്ല, പിടിച്ചു മൂടിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ മോനെ അവിടുന്ന് പറഞ്ഞതല്ലേ എന്ന് മനസ്സിലാക്കി പിടിച്ചു മൂടി. അല്പം കഴിയുമ്പോൾ പൂവൻ കോഴി മുട്ട. അത്ഭുതമാണ്, പൂവൻ കോഴി മുട്ടയിട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ അഡ്രസ്സും സ്ഥലം എന്ന് ചോദിച്ചാൽ എവിടെയും പോകരുത്. എവിടുന്നോ കിട്ടിയ കഥയാണ്, അത് പറഞ്ഞുകൊണ്ടിരിക്കും. സി എം മടവൂർ ചെന്ന വീട്ടിൽ ആകെയുള്ളത് പൂവൻ കോഴിയാണ്. സി എം മടവൂരിന് ഒരു കോഴിമുട്ട വേണം, വല്ലാത്ത കൊതിയായി. അവസാനം പൂവൻ കോഴി തന്നെ മുട്ട കൊടുത്തു. ഇങ്ങനെ കേട്ടുപോയാൽ മായാവി കഥകളെക്കാൾ ലജ്ജിക്കുന്ന എത്രയെത്ര സംഭവങ്ങളാണ് ഇങ്ങനെ സമൂഹമധ്യേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാരെങ്കിലും ശരിയല്ലെന്ന് പറഞ്ഞാൽ ചാപ്പകുത്തും, അവൻ വഹാബിയാണ്. വഹാബിസം നാടിനാപത്ത്, ഭീകരവാദിയാണ് വഹാബി, പുത്തൻവാദിയാണ്, മരിച്ചാ പോകരുത്, കണ്ടാ ചിരിക്കരുത്. ഒരു ബസ്സിന്റെ ബാക്കിലുണ്ടെങ്കിൽ നിങ്ങൾ മുന്നും കൂടെ ഇറങ്ങി ചാടി ഓടണം. എന്തു പറ്റി നമുക്ക് എന്തുകൊണ്ട് പഠിച്ചൂടാ? അല്ലാഹുവിന്റെ ഖുർആനിലെ 1-ാമത്തെ വാക്യം എന്താണെന്നറിയോ? ഇഖ്റ, വായിക്കുക. പഠിക്കാനും വായിക്കാനും പ്രേരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ദീന് തന്നിരിക്കുന്നത്. ഏറ്റവും നല്ല മനുഷ്യനാരാ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക. അങ്ങനത്തെ മനുഷ്യരാണ് ഏറ്റവും നല്ല മനുഷ്യർ. ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഇവർ പിന്നീട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി. മുഹ്യിദ്ദീൻമാർ ആരുണ്ടാക്കിയത്? ഒരു കോഴിക്കോട്ടുകാരൻ ഉണ്ടാക്കിയത്. കോഴിക്കോട്ടുകാരനാണ് ദീനുണ്ടാക്കി. അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? നമുക്ക് 1400 കൊല്ലം പാരമ്പര്യമുള്ള ഖുർആനുണ്ട്, ഹദീസുണ്ട്, ഇജ്മാ ഉണ്ട്, സ്വഹാബത്തിന്റെ ചര്യകളുണ്ട്, സലഫുകളുടെ മാർഗങ്ങളുണ്ട്. മുഹ്യിദ്ദീൻമാർ കോഴിക്കോട്ടുകാരുണ്ടാക്കി. ഹദ്ദാദ് ഒരു യമനുകാരനുണ്ടാക്കി. അടുത്ത കാലത്ത് ഉണ്ടാക്കി. 700-800 കൊല്ലം പഴക്കമുള്ളൂ. മലപ്പുറത്തെ സ്വലാത്ത് നഗർ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതുവരെ അങ്ങനെ സംഭവമില്ല. ഞങ്ങളുടെ നാട്ടിലെ ഒരു തങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ കൂടെ വന്നിരുന്നു, എല്ലാ ആഴ്ചയും വന്നിരുന്നു. ബായാർ തങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ വ്യക്തിൻ്റെ പേര് പറയേണ്ടത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം. ഇപ്പോൾ വരലില്ല. ഓരോരുത്തരും ഓരോ സമയത്ത് വരും. ഇപ്പോൾ പുതിയ ആളാണ് ആറ്റക്കോയത്തങ്ങൾ. എന്താ ഉള്ളത് കറാമത്ത്? ആറ്റക്കോയത്തങ്ങൾക്ക് സ്വലാത്തുണ്ട്. മുപ്പര് സ്വന്തമായിട്ട് സ്വലാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരുത്തരും അവനവന് വേണ്ട ജീവിതമാർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മടവൂർ കാഫിലെ കുറെ ചാനൽ ഉണ്ടാക്കി കുറെ കറാമത്ത് പറഞ്ഞ് നടന്നു. അവസാനം സ്വന്തം ഭാര്യ വീട്ടിൽ രക്തം വാർന്ന് മരിച്ചിട്ട് ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ ആ മനുഷ്യന്റെ മനസാക്ഷി സമ്മതിച്ചില്ല. ഒരുപാട് കറാമത്തുണ്ടായിരുന്നു, പക്ഷെ സ്വന്തം ഭാര്യന്റെ മുമ്പിൽ ഒന്നും ഉണ്ടായില്ല.
ആറ്റക്കോയത്തങ്ങൾ സ്വലാത്ത് തുടങ്ങി. ഒരുപാട് ആളുകൾ വലിയ സ്വർണത്തിന്റെ വളകൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഉമ്മമാരാണല്ലോ സഹോദരിമാരാണല്ലോ പറ്റിക്കപ്പെടുന്നത്. ഇത് ഈ സ്വലാത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരു സഹോദരി തന്നതാണ്. 3.5 പവന്റെ സ്വർണ്ണുണ്ട്. ശ്രദ്ധിച്ചോളിയും, വീട്ടിലുള്ള ആൾക്കാരൊക്കെ കൊണ്ടേ കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾ അറിയണ്ടാവില്ല. പാർസൽ അയക്കാം. എന്തിനാണ്? രോഗം മാറിയപ്പോൾ സംബന്ധിക്കുന്നത്. ഈ മനുഷ്യന് സുഖമില്ലാഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എഴുതി കൊടുത്ത് എക്സസൈസ് ചെയ്യണം, നടക്കണം, ഓടണം പറഞ്ഞിട്ട് പന്തളിക്കാൻ പോവാണ്. ഈ മനുഷ്യന്റെ അടുത്ത് നമ്മളെ ബായാർദാരും കോഴിക്കോട്ടരും കാസർകോട്ടരും പോവുകയാണ് രോഗം മാറാൻ. അങ്ങോട്ട് വരണ്ടാരും, ഒരു മരുന്ന് അവിടെ ഇല്ല. ഞങ്ങളുടെ ജില്ലയ്ക്ക് വരണ്ട, ഞങ്ങൾ കാര്യമില്ല, വെറുതെ ഓടി വരികയാണ്. നമ്മുടെ ജില്ലക്കാരനാണ്. എന്താണ് നമുക്ക് പറ്റിയത് അല്ലേ? സത്താർ എന്ന് പറയുന്ന മനുഷ്യന് 3 ഡയാലിസിസ് ആയിരുന്നു. ഇനി വേണ്ടാന്ന് കാന്തപുരി ഉസ്താദ് പറഞ്ഞു. 3 ഡയാലിസിസ് ഒന്നും വേണ്ട. മൂപ്പർക്ക് സുഖമില്ലാതെ കണ്ണിന് തിമിരം ബാധിച്ചു. ഞങ്ങളെ നാട്ടിലേക്ക് വന്ന് പെരിന്തൽമണ്ണയിൽ ഒരു കണ്ണാശുപത്രി ഉണ്ട്, അബൈറ്റ് ഹോസ്പിറ്റൽ. സ്വന്തം കണ്ണിന് തിമിരം ബാധിച്ചിട്ട് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് വന്ന് മറ്റവർക്ക് ഡയാലിസിസ് ആയപ്പോൾ മൂപ്പര് മാറ്റി കൊടുക്കും. ഇതൊക്കെ തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ടാകണമെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇതൊക്കെ കേവല സാമ്പിളുകൾ മാത്രമാണ്. ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കി വെച്ച നാരിയ സ്വലാത്ത് മൊറോക്കക്കാരുണ്ടാക്കിയത് അടുത്ത കാലത്ത് കുത്തുബിയത്ത് 300 കൊല്ലം പരിചയമുള്ളൂ. ഖബർ കെട്ടിപ്പൊക്കുന്നു, കുത്താറാത്തീപ് നടത്തുന്നു. കുത്താറാത്തീപൊക്കെ കണ്ടിട്ട് ആരവിടെ ഇസ്ലാമക്ക് വരുന്നത്? ഷിയാക്കൾ ഉണ്ടാക്കി വെച്ച ഓരോ ആചാരങ്ങൾ. കമാലിയ സ്വലാത്ത് ഉണ്ടാക്കി തൃശ്ശൂരുകാരൻ, ബൂസിരി ബുർദയുണ്ടാക്കി, നബിദിനം അവിടുന്ന് മലിക്കുൽ മുദഫർ രാജാവ് ഉണ്ടാക്കി. ഇതൊന്നും ഇസ്ലാമുമായി കൂട്ടിക്കൊണ്ടുവരരുത്. ഇസ്ലാം അവിടുന്ന് ആദ്യം പ്രഖ്യാപിച്ചു, ഇന്നിതാ പൂർത്തിയാക്കി തന്നു. 23 കൊല്ലത്തിന്റെ ഉള്ളിൽ നബി പഠിപ്പിച്ചൊരു ദീനുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമായി കൃത്യമായി കൊണ്ട് ആദർശത്തിൽ ഈമാനികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് സന്നദ്ധമാണ്. ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ 2ാമതൊരു ഭാഗം കൂടെ പറയാം. നമ്മൾ ഇത്രയൊക്കെ ആദർശത്തിലും ഈമാനികമായും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ കുടുംബം എവിടെയാണ്? നമ്മുടെ മക്കൾ എവിടെയാണ്? ഈ അടുത്തൊരു ലഹരി കേസിൽ ഒരു പാട്ടുകാരൻ പിടിക്കപ്പെട്ടു. അങ്ങനെ കേസൊക്കെ കഴിഞ്ഞ് പിന്നീട് ജാമ്യമൊക്കെ കിട്ടി പുറത്തിറങ്ങി ഒരു സ്റ്റേജ് ഷോക്ക് വരിക. അത് കാണാൻ വേണ്ടി വന്ന ആയിരക്കണക്കിന് കുട്ടികൾ, ആലോചിക്കുന്നു, ചെറുപ്പക്കാരായ ചെറിയ ചെറിയ മക്കൾ അത് കാണാൻ വന്നിട്ട് സങ്കടം പറയുന്നുണ്ട്. അത് കേൾക്കേണ്ട സങ്കടം. നമ്മൾ 2:30 വന്ന നമ്മളാണ്, 10 മണിയായി ഇതുവരെ വേണം വന്നിട്ട് ആവശ്യമില്ലാത്ത ആസിഫലിയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വെറുതെ നമ്മളോട് ചേർത്ത് കുറ്റിയടിച്ച് നിർത്തിയാണ്. വീട്ടിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങാതെ വേണമെന്ന് കാണാനുള്ള ആഗ്രഹം കൊതിയും കൊണ്ട് വന്നതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര മണിക്കൂറായിട്ട് നമ്മൾ 2:30 വന്ന് നമ്മളാണ്, 2:30 വന്ന് നമ്മളാണ്. നമുക്ക് വേടനെ കണ്ടേ പറ്റൂ. എത്രയും പെട്ടെന്ന് വേടൻ ഇവിടെ എത്തണം. 2 മണിയോട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 8:30 ഷോ തുടങ്ങുന്ന പറഞ്ഞിട്ട് മണി 10 നമ്മളിനി എപ്പോഴാണ് വീട്ടിൽ പോണത്? ഇപ്പൊ ഷോ തുടങ്ങി തീരാറായില്ലേ? പാവങ്ങൾ കഞ്ഞും വെള്ളും ചോറും വയ്ക്കാതെ കാത്തിരിക്കാണ്. 2:30 മണിക്ക് പെരുവേലത്ത് നിൽക്കാൻ തുടങ്ങിയതാ. നീ എവിടെ വേടെന്ന ചോദിക്കണത്? ആ വീഡിയോ കാണുന്നത് ആയിരക്കണക്കിന് ആളുകൾ, ചെറിയ ചെറിയ മക്കളാണ് നിൽക്കുന്നത്. യൂട്യൂബിലും സിനിമയിലും കാണുന്ന താരരാജാക്കന്മാരുടെ പിന്നിലാണ് നമ്മുടെ മക്കൾ. ഭാര്യമാർ ഒളിച്ചോടുന്നു. 2ഉം 3ഉം മക്കളെ ഇട്ടെറിഞ്ഞ് ഒരു കൂസലുമില്ലാതെ പടിയിറങ്ങാൻ ആരാണ് അവർക്ക് പ്രചോദനമാകുന്നത്? തട്ടമിട്ട് നടക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായ മക്കൾ ഇന്ന് നമ്മുടെ സ്കൂളുകളിലുണ്ടോ? സ്കൂൾ തുറക്കാൻ പോവാ. നമ്മൾ ചിന്തിച്ചോ? ഡിവോഴ്സ് എന്ന വിവാഹമോചനം, ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബ വഴക്കുകൾ, വിവാഹമോചനങ്ങൾ വ്യാപിക്കുകയാണ്. ആയിരങ്ങളോ വർഷങ്ങളാണ് ഡിവോഴ്സിന് വേണ്ടി വരുന്നത്. കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയാതെ കയറൂരി വിട്ടുകൊണ്ടിരിക്കുന്ന ആഭാസകരമായ കാഴ്ച കാണാം. ഒരു പാൻറ് ഇറങ്ങിയിട്ടുണ്ട്, ആന പാൻറ്, ആനക്കാല് പോലത്തെ ഒരു പാൻറ് ഇട്ട് നമ്മളെ കുട്ടികൾ നടക്കുക. 2 ആളെ പാൻറ് ഒന്നെ നടക്കുക. ആ ചളിയും മണ്ണും പൊടിയും വലിച്ചു കൊണ്ടുപോവുക. ഓൻ്റെ ഉമ്മ ഉണ്ടാവുമല്ലോ പാവം സാധു, ആ ജീൻസ് പാൻറ് അലക്കി അടിച്ച് പരത്തി അത് ചളി കളയാനുള്ള പാടത്രയാണ്. ട്രെയിനിലൊക്കെ പോകുമ്പോൾ പെൺകുട്ടികളെ കാണാൻ നായ കടിച്ച പോലത്തെ കുറേ പാൻറ് അവിടെ ഇവിടെയൊക്കെ കീറിയിട്ടാണ് നടക്കുന്നത്. ഏതോ ദരിദ്ര രാജ്യത്തുനിന്ന് വരികയെന്നാണ് വിചാരിക്കുക. വേറെ ചില ആൾക്കാരെ കാണാൻ നല്ല മഫ്ത ചുറ്റിയിട്ടുണ്ടാകും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഓപ്പണാ. ഈ കുട്ടികൾക്കും ഈ മക്കൾക്കും ഈ കുടുംബത്തിനും ദിശാബോധം കൊടുക്കേണ്ടവർ ആരാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്ക് നമ്മളെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകന് വഹയി കിട്ടി.
കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അന്ന് പറഞ്ഞു നബിനോട് ഫഅൻദിർ അശീറതകൽ അഖ്റബീൻ, താങ്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ പോയി താക്കീത് കൊടുക്കണം നബിയെ. വീട്ടിൽ ചർച്ച നടക്കണം. ബാപ്പയോട് ഉമ്മയോട്. നമുക്ക് ഇന്ത്യ രാജ്യം മൊത്തം നന്നാക്കാൻ വഴിയില്ല, കാസർഗോഡ് ജില്ല മൊത്തം ശരിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മുടെ വീടിനകത്തുള്ള കാര്യങ്ങളൊന്ന് തർത്തീബാക്കാൻ നമുക്ക് പറ്റുമോ? പറ്റാനാണ് ഈ ഫാമിലി മീറ്റ് നമ്മളോട് പറയുന്നത്. അതിന് ഏറ്റവും പ്രാധാന്യമായി വേണ്ടത് അള്ള പ്രാധാന്യം കൊടുത്തതിന് പ്രാധാന്യം കൊടുക്കണം. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. ബാപ്പ അവിടുത്തെ നായകനാണ്. നായകന്റെ റോള് അദ്ദേഹം കൃത്യമായി അലങ്കരിക്കണം. ഓരോരുത്തർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. അവർക്ക് വേണ്ടുന്ന വസ്ത്രം, അവർക്ക് വേണ്ടുന്ന ഭക്ഷണം എല്ലാം കൊടുക്കുന്ന പോലെ അവർക്ക് നല്ല ദീന് കൊടുക്കാൻ. തഅല്ലമുൽ അദബ വൽ ഇൽമ. അലി റളിയല്ലാഹു അൻഹു പറയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ മക്കൾക്ക് നല്ല ഇൽമ കൊടുക്കണം, നല്ല അദബ് കൊടുക്കണം. കുട്ടികൾ സ്കൂൾ പഠിക്കുന്നുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്, ബിരുദങ്ങളൊക്കെ ഉണ്ട്. മതം പഠിക്കുന്നുണ്ടോ? മദ്രസ കഴിഞ്ഞാലും നമ്മുടെ മക്കൾക്ക് പഠിക്കാനാണ് വിസ്ഡം കുഞ്ഞത്തൂർ യൂണിറ്റിന്റെ ആഴ്ചകളിൽ നടക്കുന്ന QHLS ക്ലാസ്സുകളുണ്ട്. കുടുംബസമേതം പഠിക്കാൻ വേണ്ടി ഇശാ നമസ്കാരത്തിന് ശേഷം ശനിയാഴ്ചകളിൽ തസ്കിയ ക്ലാസ്സുകൾ എല്ലാ ബുധനാഴ്ചകളും ലേഡി ടീച്ചറിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലേഡീസിന് വേണ്ടി. ഉമ്മമാരെ, നമുക്ക് ദീനൊന്ന് പഠിക്കണ്ടേ? നമ്മുടെ മനസ്സിന്റെ റിലാക്സേഷൻ അവിടെയല്ലേ? നമ്മുടെ ദീനല്ലേ നമ്മുടെ പരിഹാരമാകുന്നത്? CRE എന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ക്ലാസ് എല്ലാ ഞായറാഴ്ചകളിലും 7:30 മണിക്ക് നടക്കുകയാണ്. ഗേൾസിന് വേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും 8:45 നടക്കുകയാണ്. നമ്മുടെ സംഘാടകരുമായി ബന്ധപ്പെട്ട് എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് എന്തൊക്കെ ദീനിയായ കാര്യങ്ങൾ ഞാൻ ചെയ്യാനുണ്ടോ? അതുകൊണ്ടാണല്ലോ ആദ്യമായി വിവാഹം കഴിക്കുന്ന സമയത്ത് ദീനുള്ളത് കെട്ടിക്കോ, ദീനുള്ള ചെക്കനെ കണ്ടെത്തിക്കോ. ഇൻസ്റ്റഗ്രാം എന്നല്ല കണ്ടെത്തേണ്ടത്, ഫേസ്ബുക്ക് എന്നല്ല കണ്ടെത്തേണ്ടത്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴല്ല കണ്ടെത്തേണ്ടത്. ആരുടെയൊക്കെയോ കൂടെ കൂടി അവസാനം നരക ജീവിതത്തിലേക്ക് എടുത്തു ചാടുന്ന ബാപ്പാന്റെ തീരുമാനം അംഗീകരിക്കൂല, ഉമ്മാന്റെ അഭിപ്രായം പാലിക്കൂല, സ്വന്തം എടുത്തു ചാടുകയാണ്. വിവാഹശേഷം കഥന കണ്ണീരിന്റെ ഒരുപാട് കഥകൾ കേൾക്കേണ്ടി വരികയാണ്. ബാപ്പയോട് പറയാൻ പറ്റൂല, ഇനി ഉമ്മയോട് ചെന്ന് പറയാൻ പറ്റൂല. ഇവിടെയാണ് അടിത്തറ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക, അവരുടെ കൽപ്പനകൾ അനുസരിക്കുക, സ്നേഹത്തോടെ പെരുമാറുക. അവരെ പരിഗണിച്ചാൽ സ്വർഗമാണ്. മാതാപിതാക്കളുടെ തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തി. അള്ളാഹിന്റെ തൃപ്തി കിട്ടണോ? മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടാകണം. അവർക്ക് നമ്മളെ ഇഷ്ടമാകണം. അവരോട് ചെയ്യുന്ന വാക്ക് പറയരുത്. കാരുണ്യത്തിന്റെ എളിമയുടെ പെരുമാറ്റം നിനക്കുണ്ടാവണം. തുറിപ്പിച്ച് കൂർപ്പിച്ചു നീ അവരെ നോക്കുക പോലും ചെയ്യരുത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാപ്പ നഷ്ടപ്പെട്ട, ഉമ്മ നഷ്ടപ്പെട്ടവരോട് ചോദിച്ചു നോക്ക് അതിന്റെ വില എന്താണ്. അതേപോലെ തന്നെ ഒരു ഭർത്താവ് എന്ന നിലക്ക് ഭർത്താവിന്റെ ചുമതലകൾ അയാൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ? വീട്ടിൽ എന്ത് വേണ്ടാത്തരം നടന്നാലും കണ്ണു മൂടിക്കെട്ടിയവനെ പോലെ നടക്കുന്നവനാണോ? നാളെ നരകത്തിലാണ്. അല്ലാഹു തആല നോക്കൂല, ശ്രദ്ധിക്കൂല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ വാക്കാണത്. തന്റെ കുടുംബത്തിൽ തെറ്റുകൾ കാണുമ്പോൾ ശബ്ദിക്കാത്ത കുടുംബനായകൻ, മക്കളിലെ വേണ്ടാത്തരങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാത്ത കുടുംബനായകൻ, ഭാര്യയുടെ മോശത്തരങ്ങൾക്കെതിരെ സംസാരിക്കാത്തവൻ. നമ്മൾ അങ്ങനെയാണോ? ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഒരുപാട് ചുമതലകളുണ്ട്. അതിലേറ്റവും പ്രാധാന്യമാണ് കുടുംബത്തിന്റെ സംരക്ഷണം. എല്ലാ നിലക്കുമുള്ള സംരക്ഷണം. വേഷവും വസ്ത്രവും എല്ലാം ഒരുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് ദീന് കൊടുക്കുന്നു, അവരെ ഖുർആൻ പഠിപ്പിക്കുന്നു. ഏറ്റവും മനോഹരമായി അവരുമായി ഇടപെടാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഭർത്താക്കന്മാരോട് പറഞ്ഞത് വആശിറുഹുന്ന ബിൽ മഅറൂഫ്. മര്യാദയോടെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പെരുമാറണം. ഭാര്യമാരോട് വളരെ മാന്യമായിട്ട് പെരുമാറണം. ഭർത്താക്കന്മാർ അറിയണം. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിഷമത്തോടെ ഇരിക്കാം. നബി തങ്ങൾ വന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനേക്കാൾ നല്ലത് ഉമ്മു സലമ നിങ്ങൾക്ക് ലഭിക്കും, വിഷമിക്കല്ലേ, സഹിക്ക്, ക്ഷമിക്കും. ഉമ്മു സലമ ബീവി ചോദിച്ചു, അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ എനിക്ക് വേറെ കിട്ടുമോ? നമ്മുടെ ഭാര്യമാർ അങ്ങനെ പറയുന്നവരായി മാറുമോ? ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പിന്നീട് ഉമ്മു സലമ ബീവിനെ കല്യാണം കഴിച്ചത് അതിനേക്കാൾ ഉത്തമമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ആളുകൾ തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കാരണത്താൽ ഇളം പ്രായത്തിൽ എനിക്ക് ഇനി ഒരു വിവാഹം വേണ്ട, ഭർത്താവിന്റെ മരണശേഷം ഇനി എനിക്ക് വേറെ ഒരാളെ എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ബെഡിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് നയിക്കാൻ കഴിയില്ലെന്ന് തീരുമാനിക്കുന്ന
അത്രയും ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ കൈക്കനികളായി നമ്മൾ മാറിയിട്ടുണ്ട്. പരസ്പരം പങ്കുവെക്കാനും സംസാരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. സ്ത്രീകൾ നന്നായി സംസാരിക്കും. ഒരു ദിവസം ചുരുങ്ങിയത് 15,000 വാക്കുകൾ സ്ത്രീകൾ സംസാരിക്കും. സ്ത്രീകൾ മനസ്സിലാക്കുക, പുരുഷന്മാര് ചുരുങ്ങിയത് 7,000 വാക്കേ സംസാരിക്കുള്ളൂ. അതിന് നിങ്ങളെ അത്ര ശബ്ദം വെച്ചിട്ടും കാര്യമില്ല, അവരും മിണ്ടാതിരിക്കും. പുരുഷന്മാർ ഒരുപാട് സംസാരിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ കേൾക്കാം, ആവശ്യമുള്ളിടത്ത് ഇടപെടാം, മാന്യമായി സംസാരിക്കാം. ഹുസ്നുൽ ഖുൽഖ്, നാളെ സ്വർഗത്തിൽ എത്തുന്ന ഏറ്റവും വിശിഷ്ടമായ 2 ഗുണം അല്ലാഹുവിലുള്ള തഖ്വയാണ്, ഹുസ്നുൽ ഖുലുഖി സൽസ്വഭാവമാണ്. നമ്മുടെ വീടിനകത്തേക്ക് നാശകരങ്ങളായ പല അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ലിബറലിസം നമ്മുടെ വീടിനകത്ത് കയറി വരികയാണ്. കുടുംബനാഥ, നീ വേലി കെട്ടിക്കോ, മക്കളെ ശരിക്ക് നോക്കിക്കോ. ലഹരി നമ്മൾ എവിടെ പിടിച്ചു വെച്ചാലും നമ്മുടെ വീടിന്റെ മുന്നിൽ, നമ്മുടെ സ്കൂളുകളിൽ, LP UP ക്ലാസ്സുകളിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ റെഡിയാണ്. നമ്മുടെ ഏതെങ്കിലും മക്കളെ അത്തരത്തിലുള്ള വല്ലതുമുണ്ടോ എന്ന് ദിവസവും പരിശോധനയ്ക്ക് വിധേയമാക്കണം. അവർ കയറി വരുന്ന സമയത്തുള്ള മാറ്റങ്ങൾ ഉമ്മമാര് ശ്രദ്ധിക്കണം. ഏതെങ്കിലും കുട്ടികളിൽ അത്തരം ദുശ്ശീലം കണ്ടാൽ അവരെ പടിയിറക്കി വീട്ടിൽ നിന്ന് പുറത്താക്കലല്ല, അവരെ അടിച്ചു കൊല്ലലല്ല, അവർക്ക് ചികിത്സ കൊടുക്കണം. ഈ കാലഘട്ടത്തിന്റെ സമ്മർദ്ദങ്ങളിൽ കുട്ടികളിൽ, സുഹൃത്തുക്കളിൽ നിന്നുണ്ടായത്, കുടുംബത്തിൽ നിന്ന് സ്നേഹവും പരിഗണനയും ലഭിക്കാതെ ഇത്തരത്തിലുള്ള സന്തോഷത്തിന്റെ തെറ്റായ വഴികൾക്ക് വേണ്ടി കൊതിച്ച് നടക്കുന്നവരെ പെട്ടുപോയെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമുക്കുണ്ടാവണം. ഭാര്യമാരോട് ഇസ്ലാം പറഞ്ഞു, നീ ഒരു ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ്. ഭർത്താവിന്റെ സ്നേഹത്തിനും ഭർത്താവിന്റെ പരിഗണനക്കും നീ ഒരു കാരണമായി മാറണം. ആ മനുഷ്യനോടുള്ള നിന്റെ കടമ എത്രത്തോളം എന്ന് വെച്ചാൽ, ഈ ലോകത്ത് ഒരാൾ മറ്റൊരാളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. പറയുമായിരുന്നുവെങ്കിൽ ഒരു ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. ഹദീസിന്റെ അവസാനം കാണാം, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ ശരീരമാസകലം ഒരു മുറിവുണ്ടാകുന്നു. ആ മുറി ഇങ്ങനെ ഒഴുകുന്നു, ചലവും രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക. അത് നക്കി തുടക്കുകയാണെങ്കിൽ പോലും ഒരു പെണ്ണിന്റെ ബാധ്യത അവസാനിക്കൂല. നക്കി തുടക്കണം എന്നല്ല പറയണതിന്റെ അർത്ഥം, അത് ചെയ്താൽ പോലും തന്റെ ബാധ്യത മറക്കരുത്. സ്വർഗം കിട്ടണോ പെണ്ണേ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്വർഗം കിട്ടണോ? നമ്മളും നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ നല്ലത് പറഞ്ഞു, രക്ഷപ്പെടൂല. അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, മാതത്ത്, അവർ മരിക്കുന്ന സമയത്ത്, വസൗജുഹാ അൻഹാ റാളിൻ, അവർ ഭർത്താവിന്റെ തൃപ്തിയോടെയാണ് മരിക്കുന്നതെങ്കിൽ, ദഖലത്തിൽ ജന്ന, സ്വർഗത്തിലെത്താൻ സാധിക്കും. ആ മനുഷ്യനെ പരിഗണിക്കണം. അങ്ങാടിയിലും ഷോപ്പുകളിലും വിദേശത്തുമായി ജോലി ചെയ്ത നിരവധി അനവധി മാനസിക സംഘർഷങ്ങൾ കൊണ്ട് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട് ആശ്വാസത്തിന്റെ മസ്കനായി മാറണം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ കേന്ദ്രങ്ങളാണ്. ആണോ? ഹിറാ ഗുഹയിൽ കയറിയിരിക്കാം. ആശ്വാസം തേടി നമ്മുടെ വീടുകളിലേക്ക് എത്തേണ്ടവരാണ് നമ്മുടെ ഭർത്താക്കന്മാര്. നോക്കി നിങ്ങൾ, നബി ഏറ്റവും വിഷമിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു. ഹിറാ ഗുഹയിൽ പോയിരിക്കും. ഹിറാ ഗുഹയിൽ ഇരുന്ന് പേടിച്ചു 600 ചിറകൾ, 600 ചിറകുള്ള മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വാരി പുണർന്നു. ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് പറഞ്ഞു. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുണ്ടായത്. ആ ഗുഹന്റെ മുകളിൽ നിന്ന് ജബലുന്നൂർ എന്ന് താഴേക്ക് ഇറങ്ങി നബിന്റെ മുമ്പിൽ സമാധാനത്തിനൊരു കേന്ദ്രം ഓർമ്മ വന്നു. എന്റെ ഖദീജയുണ്ട്. നേരെ ഖദീജ ബീവിന്റെ വീട്ടിൽ പോയി. കേറി ചെന്നു. സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി, പുറപ്പെട്ടുതരാൻ പറഞ്ഞു. ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷ. ലഹരി ഉണ്ടായിരുന്നു ആ നാട്ടിൽ, മദ്യമുണ്ടായിരുന്നു, പെണ്ണുണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. ഇല്ല, ആശ്വാസം തരുന്നൊരു പെണ്ണ് എൻ്റെ വീട്ടിലുണ്ടെന്ന ബോധം വന്നു. നേരെ വീട്ടിൽ കയറി ചെന്നു. ഖദീജ ബീവി നബിനോട് ചോദിച്ചു, എന്താ പറ്റിയത്? ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടായി. ഖദീജ ബീവി എന്താ ചെയ്തത്? ആശ്വസിപ്പിച്ചു. കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, ഇല്ല, അല്ലാഹു നിങ്ങളെ കൈവടിയൂല. നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന മനുഷ്യനാ, നിങ്ങളെ പടച്ചു രക്ഷിക്കുന്നു. എന്തൊരു കോൺഫിഡൻസാ കൊടുത്തത്. ഏത് പ്രതിസന്ധി മൂലം കടന്നു വന്നാൽ ഒരു ഭാര്യ നൽകുന്ന സപ്പോർട്ട്, ഒരു ഭാര്യ കൊടുക്കുന്ന പിന്തുണ, എത്ര സംഭവങ്ങളുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, 2 നബിമാരുടെ ഭാര്യമാരായിട്ട് നരകത്തിലാണ്.
ഭർത്താവ് സ്വാലിഹായി ദഅവയായി പ്രബോധകനായി ഭാര്യ രക്ഷപ്പെടൂല. വാപ്പി ഇമ്മയും മുത്തക്കയായി പള്ളിയിലായി ഇത്തികാഫിലായി മക്കൾ രക്ഷപ്പെടൂല. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ നൂഹ് നബിന്റെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞത് അവർ നരകത്തിലാണ്. ആ പ്രവാചകന്മാർക്ക് വേണ്ടതുപോലെ സംരക്ഷണവും നൽകിയില്ല, ആദർശം സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചില്ല. എന്നാൽ ഫിർഔൻ എന്ന ക്രൂരനായ ഞാൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ച ഫിർഔനിന്റെ ഭാര്യ സ്വർഗത്തിലാണ്. കാരണം ഫിർഔന്റെ ഭാര്യ പ്രഖ്യാപിച്ചു, ഭർത്താവ് എന്തോ ആകട്ടെ, റബ്ബി നജ്ജിനി മിൻ ഫിർഔന വഅമലി, റബ്ബേ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ഫിർഔന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, പടച്ചോനെ സ്വർഗത്തിൽ ഒരു വീട് തന്നാ മതി. ഭാര്യ അവിടെ കൃത്യമായ റോളുകൾ ചെയ്യുക, ഉമ്മയാണെന്ന ബോധത്തോടെ ചെയ്യുക. ഈ പ്രിയപ്പെട്ട മക്കളെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 3 വയസ്സുള്ള 4 വയസ്സുള്ള കുട്ടിയെ പുഴയിലേക്ക് എറിയുന്നതാരാ? ഉമ്മ. ആ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് പറയുന്നല്ലോ, തൊട്ട് മുമ്പത്തെ ദിവസത്തിൽ ആ പെൺകുട്ടിയെ കുടുംബത്തിലെ ബന്ധു പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരു 4 വയസ്സുള്ള കുട്ടിയുടെ ഇറച്ചി കഷ്ണത്തെ പീഡിപ്പിക്കുന്ന പുതിയ കാലത്ത് ഒരു ഉമ്മാന്റെ റോൾ എന്താണ്? 16 വയസ്സുകാരി ഗർഭിണിയായി കേരളത്തിൽ. പ്രതിയെ തിരഞ്ഞു. പ്രതി അച്ഛൻ, സ്വന്തം അച്ഛൻ ഗർഭിണിയാക്കിയ മകൾ ജീവിക്കുന്ന കേരളം. ആര് സംരക്ഷിക്കും? 20കാരി പീഡിപ്പിക്കപ്പെട്ടു, അല്ല ഗർഭിണിയാക്കപ്പെട്ടു മലപ്പുറം ജില്ലയിൽ. ആരാണ് കാരണം ചോദിച്ചു. ജ്യേഷ്ഠൻ, സ്വന്തം ചോര, സ്വന്തം ജ്യേഷ്ഠൻ. ഉമ്മമാരെ, നമ്മുടെ മക്കളെ എത്രയെത്ര സംരക്ഷണത്തിലേക്ക് ചിറക് വിരിച്ച് നമ്മൾ കൊടുക്കേണ്ടതുണ്ടെന്ന പുതിയ കാലം പഠിപ്പിക്കാം. എങ്ങും ചൂഷണമാണ്. നമ്മുടെ മക്കൾ ഒന്നും അറിയുന്നില്ല. ലഹരിയുടെ ചതിക്കുഴിയെക്കുറിച്ച് അവർക്ക് അറിയുന്നില്ല. പ്രണയത്തിന്റെ ചാബല്യങ്ങളും ചതിക്കുഴിയിലും വീണ് നശിച്ച് എല്ലാം കൈവിട്ടു പോയതിനു ശേഷമാണ് എന്നെ ചതിക്കപ്പെട്ടു, എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് കരയുന്ന എത്ര സംഭവങ്ങളുണ്ട്. 1, 2, 10, 15 ആളുകളെ പ്രേമിച്ചു കൊണ്ടിരിക്കുന്ന ആണും പെണ്ണുമായ ആളുകളുണ്ട്. ഇതിന്റെ ചൂഷണം അറിയാത്തവർ ഏതോ സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈൽ ഫോട്ടോ കണ്ടിട്ട് പിന്നാലെ നടന്നുകൊണ്ട് നേർക്കുനേരെ ആളെ കാണുമ്പോൾ 65 വയസ്സുള്ള അച്ഛനേക്കാൾ പ്രായമുള്ള മനുഷ്യനായിരുന്നു. ആരാണ് ഈ സമൂഹത്തിന് പട നയിക്കാനുള്ളത്? ആര് പറഞ്ഞു കൊടുക്കും? മലയാളത്തിൽ ഒരു ഖുത്ബ പോലും കേൾക്കാത്ത, ദീനിന്റെ ഏറ്റവും ശ്രദ്ധയോടെ വെള്ളിയാഴ്ച ജുമഅയിൽ ഒരു മലയാളത്തിലുള്ള മെസ്സേജ് കിട്ടാത്ത ആയിരക്കണക്കിന് പള്ളികളാണ് കേരളത്തിലുള്ളത്. ആരാണ് ഈ തിന്മക്കെതിരെ സംസാരിക്കാനുള്ളത്? വിവാഹ രംഗങ്ങൾ ആഭാസകരമാവുകയാണ്. ഒരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും സമാധാനം ഉണ്ടാവേണ്ടത് വിവാഹത്തിലൂടെയാണ്. വിവാഹങ്ങൾ മയ്യത്ത് കട്ടിലേക്ക് മാറ്റി, JCBയിലേക്ക് മാറ്റി. എന്തൊക്കെ പടക്കങ്ങൾ പൊട്ടിച്ചു, എത്ര പേര് മരിച്ചു കണ്ണൂരൊക്കെ പടക്കം പൊട്ടിച്ചിട്ട്. ഇതിനാണോ കല്യാണം നിശ്ചയിച്ചത്? എത്ര സുന്ദരമായിട്ടാണ് കുടുംബത്തെ പടുത്തിയെടുത്തത്. നമ്മുടെ മക്കളെ നമ്മുടെ കീഴിലേക്ക് കൊണ്ട് എന്താ മക്കൾക്ക് കൊടുക്കേണ്ടത്? ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, ശരി, അതൊക്കെ 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് കൊടുക്കേണ്ടത് സ്നേഹമാണ്. കുട്ടികൾക്ക് വേണ്ടത് സ്നേഹമാണ്, സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം. ഞാൻ 50 മീറ്റർ സൈക്കിൾ എടുത്തൊന്നും പോയിക്കോട്ടെ, കടയ്ക്ക് പോകാൻ പാടില്ല. 4 മണിക്ക് ശേഷം കുട്ടികളൊക്കെ കളിക്കാൻ പോകുന്നു, ഞാൻ കളിക്കാൻ പോകാൻ പാടില്ല. ഒന്നിനും അനുവദിക്കില്ല. ആ മാതാപിതാക്കളാണ് ആ കുട്ടിയുടെ നാശമുണ്ടാക്കുന്നത്. സ്നേഹമാണ്, സ്വാതന്ത്ര്യമാണ്, അംഗീകാരമാണ് കൊടുക്കേണ്ടത്. കുട്ടിനെ അംഗീകരിക്കാൻ കഴിയും. പ്രശംസയാണ്. നീ ഒന്നും നന്നാവൂല, എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു തങ്കട്ടവനാണ്, ഒരു ഉപകാരമില്ലാത്തവനാണ് ഈ പറയരുത്. അവന്റെ നന്മകളിൽ, അവളുടെ നന്മകളിൽ പ്രശംസിക്കണം, അംഗീകരിക്കാൻ കഴിയണം. എന്തെങ്കിലും തെറ്റുകൾ, കുറവുകൾ ഉണ്ടെങ്കിൽ സ്വകാര്യമായ റൂമിലേക്ക് വിളിച്ചെത്തി സംസാരിക്കണം. എന്തെങ്കിലും നല്ലത് പറയാനുണ്ടെങ്കിൽ പരസ്യമായ ആളുകളുടെ ഇടയിൽ വെച്ച് പറയണം. 10 A+ കിട്ടുന്നതിന് പകരം 9 A+ കിട്ടിയ ഒരു പെൺകുട്ടി മലപ്പുറം ജില്ലയിൽ. ആ പോലീസുകാരൻ എന്നോട് പറയാ, സാർ, ഈ കുട്ടിയെ 9 A+ കിട്ടിയിട്ട് ആത്മഹത്യയിലേക്ക് നയിച്ചത് കുട്ടിന്റെ ഉമ്മയാണ്. 9 A+, ഒരു A+ പോയി. എന്തിനാ ഉമ്മ എന്താ ചെയ്തത്? ഉമ്മ ഇടക്കിടക്ക് പറയും, ഭക്ഷണം കൊടുക്കുമ്പോ പറയും, കുറെ ഭക്ഷണം കഴിച്ചിട്ട് എന്താ കാര്യം, A+ പോയില്ലേ. ഒരു ഡ്രസ്സ് മാറി പുറത്തിറങ്ങാൻ നിൽക്കുമ്പോ പറയും, അങ്ങനെ അണിഞ്ഞൊരുങ്ങി നടന്നോ, പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലല്ലോ, A+ പോയില്ലേ. എന്തിനും ഏതിനും ഈ വാക്ക് കേട്ടപ്പോ ഈ പെൺകുട്ടി തീരുമാനിച്ചു, എന്റെ വീട്ടിൽ നിന്നൊരു അംഗീകാരം ലഭിക്കുന്നില്ല, ഞാൻ ഇനി എവിടെ പോകാനാണ്. 1ന്റെ മുകളിൽ നിന്ന് ആ പെൺകുട്ടിയെ പിടിച്ച് പോലീസുകാർ തിരിച്ചു കൊണ്ടുവന്നു.
എന്നിട്ട് രക്ഷിതാക്കളെ ഉപദേശിച്ചു. മക്കളെയല്ല ഇന്ന് തിരുത്തേണ്ടത്, രക്ഷിതാക്കൾക്കറിയണം ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ തർബിയത്ത് നടത്തണം. വീട്ടിനകത്ത് വഴക്കുണ്ടാക്കുന്ന ദാമ്പത്യം നമുക്കുണ്ടോ? നമ്മുടെ മക്കൾ ക്രിമിനലുകളായി മാറും. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് തെരുവ് നായകളുടെ ശല്യവും കുട്ടിക്കുറ്റവാളികളും. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലുള്ള കുട്ടികൾ പോലീസ് കേസിൽ പിടിക്കപ്പെടല്ലേ? ചെറിയ ചെറിയ പ്രായമുള്ള മക്കളെ പല ക്രിമിനൽ കേസുകൾ പിടിക്കപ്പെടുകയാണ്. ഒരു പേര് പോലും പുറത്തു പറയില്ലല്ലോ, വയസ്സ് മാത്രമേ പറയുള്ളൂ. ഒരു 16 വയസ്സുകാരൻ. എത്ര സംഭവങ്ങളാണ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മക്കളിലും ഇണകളിലും സന്തോഷം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കൺകുളിർമ തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാം. അവർ ഇമാമിങ്ങളാക്കണമെന്ന് പ്രാർത്ഥിക്കാം. മക്കൾക്കെതിരായി പ്രാർത്ഥിക്കരുത്, കുടുംബത്തിനെതിരായി പ്രാർത്ഥിക്കരുത്, സമ്പത്തിനെതിരായി പ്രാർത്ഥിക്കരുത്. ലാ തദ്ഉ അലാ അംബാലിക്കും വലാ ഔലാദിക്കും. നിങ്ങൾക്കെതിരായി, സമ്പത്തിനെതിരായി, മക്കൾക്കെതിരായി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇടക്കൊന്ന് പുറത്തു കൊണ്ടുപോവുക, ഇടക്കൊരു യാത്ര കൊണ്ടുപോവുക, രോഗികളെ സന്ദർശിക്കുക, രോഗം ബാധിച്ച കുട്ടികളെ കാണിച്ചു കൊടുക്കുക, പൈസയുടെ മൂല്യം പഠിപ്പിച്ചു കൊടുക്കുക, സമയത്തിന്റെ മൂല്യം പഠിപ്പിച്ചു കൊടുക്കുക, ആരോഗ്യത്തിന്റെ വില പഠിപ്പിച്ചു കൊടുക്കുക. അവർ മൊബൈലിന്റെ റീൽസിന്റെ പുതിയ ലോകത്താണുള്ളത്. അതിനുള്ളിൽ നിന്ന് അവർ പുറത്തേക്ക് റിയാലിറ്റിയുടെ ഒരു വലിയ ലോകമുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക്, ദഅവാ രംഗത്തേക്ക്, അതുപോലെ തന്നെ ഒട്ടനേകം സകാത്തിന്റെ ഉദ്ഹിയത്തിന്റെ നല്ല നല്ല പരിപാടികൾ വരുമ്പോൾ നമ്മുടെ കുട്ടികളെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കുക. അവർക്ക് പണികളുണ്ട്, അവരോട് സംസാരിക്കണം. വാപ്പമാര് പറയും, വല്ലിപ്പമാര് പറയും, ഇതൊക്കെ പുതിയ കുട്ടികളെ, അവർ വേറെ ഏതോ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കുട്ടികൾ വാപ്പാനെ നോക്കിയിട്ട് പറയും, വാപ്പയ്ക്ക് വേറെ ഏതോ കാലത്താണ് ജീവിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ പോലത്തെ യുവാക്കൾ പറയും, ഇവരും നോക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. എല്ലാവരും നന്നാക്കാൻ പറ്റും. ഏത് കാലക്കാരനും സംസാരിക്കണം. ഉള്ളു തുറന്ന് ചെറിയ പ്രായക്കാരനോട് സംസാരിക്കണം. വലിയ പ്രായമുള്ളവരും എന്താ വർത്താനം, സുഖാണോ, എവിടുന്നാ വരുന്നത്, 4 വർത്താനം ചോദിച്ചാൽ പരിചയമാവും. പരസ്പരമുള്ള സംസാരങ്ങൾ ഉണ്ടാവണം, കലാമുണ്ടാവുക, ഏറ്റവും നല്ല അടുപ്പമുണ്ടാക്കാവുന്ന വാക്കുകളാണ്. വിട്ടുവീഴ്ചയുണ്ടാവുക, കുടുംബത്തിൽ ക്ഷമയുണ്ടാവുക, അനാവശ്യമായ ബഹളങ്ങൾ ഒഴിവാക്കുക. അത്തരത്തിൽ ഒരു നല്ല വീടായി നമ്മുടെ വീട് മാറേണ്ടതുണ്ട്. വീട് കുട്ടികൾക്ക്, വാപ്പാക്ക്, ഉമ്മാക്ക് എന്ത് പ്രശ്നം പുറത്തുണ്ടായാലും എൻ്റെ വീട്ടിൽ ചെന്നാൽ എനിക്ക് സമാധാനം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടാവണം. ക്ലബിലും റോഡ് സൈഡിലും സിഗരറ്റിലും കഞ്ചാവിലും എനിക്ക് സമാധാനം തരൂല എന്ന ഉറച്ച വിശ്വാസം, സ്നേഹം ലഭിക്കുന്ന, സാന്ത്വനം ലഭിക്കുന്ന വീട്ടിനകത്തുണ്ടാകും. വീട്ടിൽ ഖുർആൻ പാരായണം ഉണ്ടാകണം, വീട്ടിൽ സലാം ഉണ്ടാവണം, വീട്ടിൽ ദിക്ർ ഉണ്ടാവണം. പുരുഷന്മാര് ജമാഅത്ത് പള്ളിയിൽ നിന്ന് നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞ വീട്ടിൽ പോയിട്ട് സുന്നത്ത് നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യനോട് ഇത് നിസ്കരിച്ചോ എന്ന് ചോദിക്കണം. അവളെ ആദ്യ സമയത്ത് നിസ്കരിപ്പിക്കണം. വീട്ടിൽ നമസ്കാരം ഉണ്ടാവണം, പ്രാർത്ഥനകൾ ഉണ്ടാവണം, ദിക്റുകൾ ഉണ്ടാവണം, സ്വലാത്ത് ഉണ്ടാവണം. ഇസ്ലാം പഠിപ്പിച്ച ആദാബുകൾ വീട്ടിനകത്ത് പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സന്തോഷകരമായ, സുഖകരമായ, ശുഭകരമായ, ആനന്ദകരമായ ഒരു കുടുംബജീവിതവും സന്തോഷകരമായ പരലോക ജീവിതവും അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും പെൺമക്കൾക്ക് ഇന്ന് ലഭിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമാണ് കുടുംബത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, ദീനിയായ നല്ല നല്ല അറിവുകൾ അവർക്ക്, നിസ്കാരത്തെക്കുറിച്ച്, അശുദ്ധിയെക്കുറിച്ച് അറിയാത്ത മക്കളുണ്ടാകും. അവർക്ക് രണ്ടും മിക്സഡായി പഠിക്കാൻ നിങ്ങളുടെ നാട്ടിലൊരു സൗകര്യമുണ്ട്. കാസർഗോഡ് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അൽ ഹിക്മ വുമൻസ് കോളേജ്. നമ്മുടെ മക്കളെ അതിലേക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് അന്വേഷിച്ച് അപേക്ഷ കൊടുത്ത് ശ്രമിച്ച് മക്കളെ, അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല, നമ്മളൊന്ന് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി അവരെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്ക് വേണ്ടി അൽ ബയാൻ എന്ന അറബിക് കോളേജ് നമ്മുടെ ഈ കാസർഗോഡ് ഉണ്ടല്ലോ, ഉപയോഗപ്പെടുത്തുക. രണ്ടും ലഭിക്കുന്ന ആവശ്യമായ ഭൗതികമായ സർട്ടിഫിക്കറ്റ് കിട്ടും, ദീനിയായ അറിവ് കിട്ടും, നല്ല മികച്ച എക്സ്പീരിയൻസുകൾ നമുക്ക് കിട്ടും. ഇനി ഒരൽപ്പം കൂടി കടന്ന് ജാമിയ അൽ ഹിന്ദ് പോലെ നമ്മുടെ വിശേഷമായ സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ അൽ ഹിക്മമാരുള്ളതുപോലെ നമ്മുടെ മക്കളിൽ 5 മക്കളിൽ 4 മക്കളിൽ ഒരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനും നമ്മുടെ വീട്ടിലെ ഇബാദത്തുകളിൽ നമ്മെ തിരുത്തുവാനുമുള്ള ഒരാളെയെങ്കിലും സംവിധാനിക്കാൻ നമ്മൾ അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ആർക്കും വീട്ടിലിരുന്നു കൊണ്ട്, ഏത് പ്രായക്കാർക്കും പീസ് റേഡിയോ ഉപയോഗപ്പെടുത്തുക. നിരവധി സംസാരങ്ങൾ, 52ഓളം പ്രോഗ്രാമുകൾ നമുക്ക് ഓൺലൈനിൽ ലഭിക്കും. വീഡിയോകൾ കണ്ട് ജമീൽ ആപ്പ് ഉപയോഗിച്ചോ, എല്ലാം അതിനകത്തുണ്ട്. നേർപ്പദം വാരിക, ആഴ്ചയിൽ ഒരിക്കലൊന്ന് തുറന്ന് വായിച്ചു നോക്കും.
ഈ നാട്ടിൽ എവിടെയൊക്കെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ക്ലാസ്സുകൾ സൂറത്തുൽ അംബിയ അവസാനിക്കാനിരിക്കുക, സൂറത്തുൽ ഹജ്ജിലേക്ക് പ്രവേശിക്കാനിരിക്കുക, നമ്മളും നമ്മുടെ കുടുംബവും ആ മജ്ലിസിൽ പോയി സംശയങ്ങൾ ചോദിച്ച് തജ്വീദ് പഠിച്ച് അർത്ഥം എഴുതി വെച്ച് അങ്ങനെ പഠിതാക്കളായി മാറി നോക്ക്. നമ്മുടെ കുടുംബത്തിൽ എന്ത് സമാധാനാണ്. ഭാര്യനെ തിരുത്താനുള്ളത് ഉസ്താദ് ക്ലാസ്സിൽ പറയും, ഭർത്താവിനെ തിരുത്താനുള്ളത് ഉസ്താദ് ക്ലാസ്സിന്റെ ഇടയിൽ പറയും, കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു പോകും. ആഴ്ചക്കത് ലഭിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ മാറ്റങ്ങൾ വരും. ഇതൊന്നും ലഭിക്കൂല. നന്നാകാനുള്ള ഒരവസരവും കൊടുത്തില്ല, മോശമാകാനുള്ളതെല്ലാം തുറന്നിട്ട് കൊടുത്തു. വീടുകളിൽ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു, വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു, ജാറ ഉത്സവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം വിലക്കിയ പലിശകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ധൂർത്ത് പല പേരിലും നടന്നുകൊണ്ടിരിക്കുന്നു. അരുത്. നമുക്കൊരു മതമുണ്ട്, ആ മതത്തിന്റെ യഥാർത്ഥ വക്താക്കളായി നമ്മൾ മാറുക. അള്ളാഹുവേ, ഞങ്ങളെ നീ സഹായിക്കണമേ റഹ്മാനെ. ഈ ഒരു സദസ്സ് എത്ര മനോഹരമായി ഇവിടെ സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്ക് എല്ലാം തക്കതായ പ്രതിഫലം ഖൈർ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, രോഗികളായ സഹോദരങ്ങൾക്ക് ശിഫ നൽകണമേ. ഫലസ്തീനിലെ പിഞ്ചു മക്കൾ മുലപ്പാല് കിട്ടാതെ മരിക്കുകയാണ്, ചികിത്സയില്ലാതെ മരിക്കുകയാണ്, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യും? സാധാരണക്കാരായ നമ്മൾ എന്തു ചെയ്യും? പ്രാർത്ഥിക്കാം. രാഷ്ട്രപൗരന്മാരും നേതാക്കന്മാർ അവർക്ക് കഴിയുന്നത് ചെയ്യട്ടെ. അള്ളാഹുവേ, നീ ആ രാജ്യത്ത് സുരക്ഷിതവും സമാധാനവും അവർക്ക് നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്ത് നിർഭയത്വത്തോടെ ജീവിക്കാൻ, യുദ്ധങ്ങളില്ലാത്ത, കലാപങ്ങളില്ലാത്ത, ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളില്ലാത്ത ഒരു സുരക്ഷിത ഇന്ത്യയാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ദീനി രംഗത്ത്, ദഅ്വാ രംഗത്ത് സ്നേഹത്തോടെ, ഐക്യത്തോടെ, കെട്ടുറപ്പോടെ പ്രവർത്തിക്കാൻ, ഇത്തരത്തിലുള്ള നന്മകളിൽ പങ്കാളികളാവാൻ ഞങ്ങൾക്ക് ഇനിയും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ തവഫനാ മുസ്ലിമീൻ والحقنا بالصالحين. ربنا آمنا فاكتبنا مع الشاهدين. ربنا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.